ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഞായറാഴ്ച രാവിലെ കൊണ്ടേത്ത് അമ്പലത്തിലോട്ട് തൊഴാനായിട്ട് വന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ കൊണ്ടേത്ത് ഉത്സവം നടക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ കഴിവത് എല്ലാ ദിവസങ്ങളിലും വരാൻ ശ്രമിക്കുന്നുണ്ട്. രാവിലെ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ വന്നിരിക്കും. അപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിലും എല്ലാ ഞായറാഴ്ച നമ്മൾ മുണ്ടയ്ക്ക് തന്നെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ഇങ്ങനെ വന്നു, അമ്പലത്തിലും കയറിയിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോഴത്തേക്ക് ശ്രീമോനാണെങ്കിൽ തറയിൽ കൂടെ അങ്ങ് നടക്കണം. ഇടം വല നിന്ന് ഞാനും കാശിയും പിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഓടിപ്പോവുകയും കാലിൽ തട്ടി വീഴുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിടിച്ച് നടക്കുന്നത്. ശ്രീകോവിലിൻ്റെ അകത്ത് വരെ അകത്തുനിന്ന് കയറി പോകാൻ തുടങ്ങി. അതിനാണ് ഞാൻ കയ്യെ പിടിച്ചേക്കുന്നത്. നമ്മൾ വിടാൻ പറ്റത്തില്ല, അവൻ അറിയത്തില്ല, അവൻ കുഞ്ഞല്ലേ, അവൻ കയറി പോവും. അതുകൊണ്ട് നമ്മൾ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ എന്തുമായാലും കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കാത്ത സ്ഥലത്ത് കാശി അതിലും കൈ പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് 2 വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിൽക്കുവാണ്. അപ്പം ഉച്ചയ്ക്ക് നമ്മുടെ സമൂഹ സദ്യയാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ് അജിത്തേട്ടൻ്റെ വൈഫും കുഞ്ഞും ഒക്കെയാണ്. അവർ കല്യാണത്തിന് പോകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവരെ അവിടെ വെച്ച് കണ്ട ഏട്ടൻ കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്തുമായാലും 10:30 ആകുമ്പോൾ സമൂഹ സദ്യ തുടങ്ങുമെന്ന് ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം ചെയ്യും. ഏട്ടനാണെങ്കിൽ വിളമ്പാനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 10:30 ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മുണ്ടയ്ക്കിലോട്ട് പൊക്കോളാം. രാവിലെ എന്തായാലും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുവരെ ഇരിക്കാം. എനിക്ക് ഇവനെയും കൊണ്ട് ക്യൂ നിൽക്കാൻ പറ്റത്തില്ല. ഏട്ടൻ വിളമ്പാൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യൂ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവിടെ കയറി നമ്മൾ 9 മണിക്കേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശിക്ക് ബോറടിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോൺ വാങ്ങിച്ച് വെച്ച് എടുത്ത വീഡിയോസാണിത്. സ്നാപ്ചാറ്റിൽ എന്തോ വെച്ച് എടുത്ത വീഡിയോ ആണിത്. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നു. ശ്രീമോനെ കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കാശിക്കായിരുന്നു വീട്ടിൽ പോകണോ, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് കരയുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് പറയുന്നതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത്. അപ്പം 10:30 ആയപ്പോഴത്തേക്ക് എല്ലാം വിളമ്പിയൊക്കെ തുടങ്ങി. ഏട്ടനാണെങ്കിൽ പേപ്പറെല്ലാം വിരിക്കുവാണ് എല്ലായിടത്തും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല വന്നു, ഓരോരോ കറികളായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും വിളമ്പിക്കൊണ്ടൊക്കെയാണ്. സമയം 10:30 ആയിട്ടേ ഉള്ളൂ. പന്തി മൊത്തം നിറഞ്ഞിട്ടുണ്ട്, ക്യൂ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വരെ ഇത്രയും നേരത്തെ വന്നിരുന്ന് സമൂഹ സദ്യ കഴിച്ചിട്ടില്ല. എനിക്ക് ഈ ശ്രീമോനെ കൊണ്ട് നിൽക്കാനുള്ള പാടുകൊണ്ട് ഞാനങ്ങ് ഇരുന്നതാണ്. നമ്മളിതിന് മുമ്പ് സദ്യ കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് അതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഇരുന്നത്. അപ്പം കറികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ശ്രീമോൻ ഒരു പഴം അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 വാ ചോറ് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് പൊക്കോളാം, വിളമ്പിയിട്ട് ഞാൻ വരാം, അവനെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അവനെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നടന്നാണ് വീട്ടിൽ വന്നത്. ഏട്ടൻ അവിടെ വിളമ്പിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 1:30 ആയപ്പോഴത്തേക്ക് രമ്യ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അച്ചു രമ്യ ചേച്ചി എല്ലാം അവിടെ കയറി ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ പൊടിവാവ വെളിയിൽ നിന്ന് ചിരിക്കുവാണ്. പായസമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലച്ചു. അപ്പോൾ പൊടിവാവ ഹായ് ഒക്കെ പറഞ്ഞ് ശ്രീമോനെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ. എനിക്ക് തെരളിയിലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയും തെരളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.